കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 73 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിൻ്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നാം ഒരു കുഞ്ഞു വയറ്റിൽ ജനിക്കുമ്പോൾ അത് എങ്ങനെ ഒരു മനുഷ്യരൂപം എടുത്തു വരുന്നു, അല്ലെങ്കിൽ ഒരു മുട്ടയിൽ തന്നെ ഒരു കോഴിക്കുഞ്ഞ് ഉരുവാകുന്ന വിധം, അതൊന്നും ഒരു മനുഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നേച്ചുറലായിട്ട് നടക്കുന്ന ഒന്നല്ല. അതിൻ്റെ പുറകെ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. നമ്മെ ഈ വിധത്തിൽ ഒന്നും ഇടഞ്ഞ് നിർമ്മല ഉള്ളവരായി നിർത്തുവാൻ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ ഉണ്ട്. അപ്പോൾ സങ്കീർത്തനക്കാരൻ അത് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്: കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിൻ്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ബുദ്ധി ജ്ഞാനം എല്ലാം കിട്ടണമെങ്കിൽ അതും ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെ വരുന്നു. ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ നാം മനസ്സിലാക്കേണ്ടതിന് കർത്താവിൻ്റെ കൃപ നമുക്ക് വേണം, കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് വേണം. അതുകൊണ്ട് ഓരോ ദിവസം കർത്താവിനോട് അത് ചോദിച്ച് വാങ്ങേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനക്കാരനോട് നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, നിൻ്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ജ്ഞാനത്തിൽ അധികം കുറവുള്ളവരാണ്. നിൻ്റെ വചനത്തെക്കുറിച്ച് പഠിപ്പാനോ നിൻ്റെ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അറിവോ ജ്ഞാനമോ ബുദ്ധിയോ ഞങ്ങൾക്കില്ല. കർത്താവേ, ദൈവമേ, നമുക്ക് ആ ബുദ്ധി ഇന്ന് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നു. മതിവോളം അത് തന്ന് നീ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.